ഗൈസ് നമ്മളിപ്പോ പോണ എവിടുക്കാരോ നക്കരെ പോയേക്ക് അത് നമുക്കിന്ന് പോയേക്കല്ലേ ഇതാ പോയേക്കാണ് ഞങ്ങൾ അന്ന് പരിസരത്തില്ല ഒരു കട അതാണിത് ഫണ്ടി എന്നാണ് പേര് അന്ന് കാണിച്ചത് നമ്മളാണ് പരസ്യത്തിന് വിളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അക്കരയ്ക്ക് പോകാൻ പാലത്തുമ്പ് കൂടെ ഞങ്ങൾ പോലെ സാധാരണ ഞങ്ങൾ പാലത്തുമ്പ് കൂടെ പോലെ വേറെ വഴിയുണ്ട് ആ രണ്ട് അങ്ങനെ പോയാലും എത്താൻ പറ്റും. വെറുതെ എന്താണ് നിങ്ങൾക്ക് കണ്ടോട്ടെ വെച്ചിട്ട് കാണിച്ചെന്നാണ്. അപ്പോൾ എന്തായാലും ഇത് ഇറക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ എടുക്കേ. അപ്പം നമ്മൾ ഇറക്കിക്കണേ ഇതാ നമ്മൾ ഇറക്കാൻ പോവാണ് ഗായ്സ്. അയ്യോ നമ്മളിന്ന് ഈ ഇറക്ക ഫുള്ള് ഇറങ്ങി പോകണം ഗായ്സ്. നമുക്ക് ഫോണായിട്ട് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ. അല്ല മോനോ അപ്പോൾ ഗൈസ് നമ്മൾ എന്താണ് ഓനെ ഇറങ്ങി അവിടെ അടിയിൽ തട്ടിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങണം. നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. അപ്പം എന്നാലും ഞാൻ എന്തായാലും ഇവ എന്തായാലും ഇറങ്ങി കഴിഞ്ഞിരിക്കണ്. ഇനി ഞാൻ ഓനവിടെ നിർത്തിയിട്ടാണ് സൈക്കിള്. ഇനി ഞാൻ എന്തായാലും ഇതിട്ട് അടിയിൽ ഇറങ്ങട്ടെ. അപ്പോൾ അതേക്കും അവിടെ കട്ട് ഓമ്പതി കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ എത്തി. നമുക്ക് ഓൻ്റെ അടുത്ത് പോയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് യാത്ര. അങ്ങനെയൊക്കെ ഉണ്ട് യാത്ര. ഇറക്കാല സുഖമൊക്കെ ഉണ്ടായിരുന്നു എന്താ. അപ്പം എന്തായാലും നമുക്ക് അക്കരെ പോകണം. എന്താ അവിടെ ആൾക്കാരുണ്ടോ ഓരോടത്ത് പോകണം. അപ്പം എന്തായാലും നമുക്ക് ഇതികൊണ്ട് പോവാം കേട്ടോ. അപ്പം എന്തായാലും അപ്പുറത്തെത്തിയിട്ടാണ് വീഡിയോ ആക്കട്ടോ. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഒരു കട്ടിങ് എന്തായാലും വേണ്ട വരും. അപ്പം എന്തായാലും അപ്പുറത്തെത്തി കാണാം. അപ്പം എന്തായാലും കാശ് നമ്മൾ പാലത്തുമ്പോൾ എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് ഇപ്പുറത്ത് ഇവിടെ തീരെ വെള്ളം കേട്ടോ. തീരെ വെള്ളം. നമ്മളിത് പാലത്തുമ്മലാണ് ഇതാ കണ്ടോ. നമ്മൾ പാലത്തുമ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ലാതെ നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യം എന്ത് കാര്യം ഒരു ലൈക്കെങ്കിലും തരണേ. നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കല്ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ കൊണ്ട് പോവാം. ഇനി നമുക്ക് എന്തായാലും നടന്ന് വീഡിയോ എടുക്കാം. നമ്മളിവിടെ സൈക്കിൾ പാർക്ക് ചെയ്യട്ടോ. ഇവിടെ പാർക്ക് ചെയ്യും. ഇനി ഇവിടെ നിന്നുണ്ട് സൈക്കിൾ ഇറങ്ങിയും പൊന്തിയും കളിക്കണം. അതുകൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്യാണ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് അവിടെ എത്തിയിട്ട് വേണം നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ ഞങ്ങൾ എന്താണ് കുളിക്കണ വരച്ച സ്ഥലങ്ങളൊക്കെയാണ്. കുളിക്കണ വരച്ച സ്ഥലങ്ങളൊക്കെയാണ് അവിടെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ ഇത്തിരി വെള്ളം വരുന്നുണ്ട്. അവിടെയൊക്കെ കണ്ടോ കുറേ വെള്ളമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കുട്ടികൾ കളിക്കാനുള്ള അങ്ങനത്തെ വെള്ളങ്ങളുള്ളത്. പിന്നെ ഇവിടെ എന്താണ് ഈ സ്ഥലം നമ്മളുടെ എങ്ങനെ അറിഞ്ഞു വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ അവിടെയാണ് ഇവിടെ. ഈ ഒരു നമ്മളിപ്പോൾ ആ റോഡ് ഫ്രണ്ടിയെ കണ്ടില്ലേ. സ്ഥലത്തിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മറ്റേ വെള്ളച്ചാട്ടം. അതന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടം. പിന്നെ അവിടെയുള്ള അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും ഇവിടെ അങ്ങനെ കണ്ടോ അങ്ങനത്തെയൊക്കെയാണ്. തോന്നുന്ന ആൾക്കാർ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ ഞങ്ങളിടക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രൂം ടു ബി മോം ടു ബി എന്താണ് ബർത്ത്ഡേ എന്നൊക്കെ അങ്ങനെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പോപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കാണലുണ്ട് കൂടുതൽ. ഇന്നിപ്പോൾ ഒരു ബസ്സിൽ ഒരു കുറച്ച് ഒരു ബസ് നിറയെ ഒരു ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാറിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആ ഭാഗം കണ്ടോ
അവിടെ ഇനി ചിലപ്പോൾ ഒരു പാർക്കൊക്കെ വരും അവിടെ, അല്ലെങ്കിൽ ഇവിടത്തെ മിനി പാർക്ക്, ഒരു മിനി പാർക്ക് വരും. നമ്മള് പൈസ ഒക്കെ കിട്ടി എന്താണ് കമ്മിറ്റികൾ ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ, ഓരോരുത്തു നിന്നൊക്കെ പൈസ കിട്ടി അങ്ങനെ റെഡിയായി. ആദ്യം നമുക്ക് പൈസ കിട്ടും, മിനി പാർക്ക് വരുന്ന പറഞ്ഞു വന്ന് ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ഞാൻ എന്തായാലും നമുക്ക് ഇവിടേക്ക് വരാം. എന്തായാലും കുറച്ച് മിനിറ്റ് ആക്കട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഒരു ഫോറസ്റ്റ് കണ്ടോ, ഇവിടെ മൊത്തം ഒരു അഡ്വഞ്ചർ അങ്ങനെ ചെറുതായിട്ട് പറയാൻ പറ്റും. ഇവിടെ കണ്ടോ ഒരു ഫോറസ്റ്റാണ്, അതിൻ്റെ നടുവിൽ അങ്ങനത്തെ ഐലാൻഡ് പോലത്തെ ഇതുണ്ടോ, ഒരു ഐലാൻഡ് ഇവിടെ കണ്ടോ, അത് ഒരു ഐലാൻഡാണിത്. ഇവിടെ അവിടെ ഒരു ഐലാൻഡ് ഇതാ കണ്ടോ, നോക്കട്ടെ. വെറുതെ പറയാം, നമ്മളെന്തായാലും ഇങ്ങനെയാണ് സ്ഥലം കണ്ടോ ഗൈസ്. ഇവിടെ ഒന്നാമത്തെ ബർത്ത്ഡേക്കോ അങ്ങനത്തെ ബർത്ത്ഡേക്കുള്ള സാധനം, ബ്രൈറ്റ് ടു ബി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇവിടെ കുറേ നടക്കലുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ് അങ്ങനെ പറയാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടണം. പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ ഓർത്തിട്ട് എൻ്റെ ഉമ്മാൻ്റെ വരെ ഈ ഒരു ഭാഗത്തെ, പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം നിങ്ങൾക്കൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ കാട് പ്ലേസാണ്, ഒരു ഫോറസ്റ്റാണ് ഇത് കണ്ടോ. വേണ്ട അങ്ങോട്ട് മേലെ കയറാനുള്ളത് ഫോറസ്റ്റ് പ്ലേസ് ആണ് ഇതൊക്കെ കണ്ടോ, ഫോറസ്റ്റാണിത് കണ്ടോ. ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റാത്ത രീതിയിലത്തെ ഫോറസ്റ്റാണ്. ഇവിടെ പല രീതിയിലുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു ഫോറസ്റ്റും ആയിക്കൊണ്ടാണ് ഇതുള്ളത് കണ്ടോ. നല്ലൊരു ഫോറസ്റ്റാണ് ഇവിടെ കണ്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് നിങ്ങളിത് കാണിച്ചതാണ്. നമുക്ക് പക്ഷേ നമ്മളിവിടെ കുട്ടികൾ ഇവിടെ കുളിക്കാനൊക്കെ വരും ചില സമയത്തൊക്കെ. പക്ഷെ ഇവിടെ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ഇപ്പം അധികം ആൾക്കാർ കുളിക്കലൊന്നുമില്ല. ഞങ്ങളിത് ഇവിടെ ഇതുവരെ കുളിച്ചിട്ട് കേട്ടോ. ഈ ഏരിയയിൽ ഒരെട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ പറ്റണ ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല, അങ്ങനത്തെ ഉപ്പ് വെള്ളമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, ഇപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വേറെ സ്ഥലം കാണിച്ചു തരണം. വേറെ സ്ഥലം കുറേ അപ്പുറം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു പുഴയാണ്, ഒരു അങ്ങനെ ഒരിക്കലും ഒരു അരുവ് നമ്മൾ ആ ഭാഗം ഒരു ഞാൻ നേരത്തെ കാണിച്ചത് ഒരു ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ നമുക്ക് പോവാൻ. എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇനി അവിടേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇനി അവിടേക്ക് പോകാനുള്ള ഇതാണ് പോവാം. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് അവിടെ ഉള്ളൊരു ഫോറസ്റ്റ് പോകാണ്ട് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പം എന്തായാലും പോകല്ലേ. കണ്ട ഇവിടെ ഒരു വിശാലമായ സ്ഥലം, പിന്നെ ആൾക്കാർ വന്നൊരു ഇതാണ്. എന്തായാലും സ്ഥലങ്ങൾ കാണിച്ചു തരാം. കണ്ടോ ഇവിടെ ഒരു മരങ്ങൾ ഇതങ്ങനെ ഒരു മരങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഒരു എൻജോയ് പറയാൻ ചെയ്യാൻ ന്യൂക്കട്ട് കീരനല്ലൂർ അങ്ങനത്തെ ഒരു പേരാണ് സ്ഥലമാണത്. കണ്ടോ ഒരു പാലത്തിങ്ങാടി പരപ്പനങ്ങാടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു. അത്രക്കും നല്ല ഫേമസ് ആയിട്ടൊരു സ്ഥലമാണിത് ഇവിടെ ന്യൂക്കട്ട് കീരനല്ലൂർ. പാലത്തിനൊക്കെ നിങ്ങൾ വന്നാലും
അപ്പം എല്ലാവരും ഇങ്ങോട്ട് എന്താണ് മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് വന്ന് നോക്കട്ടോ. അതായത് നമുക്ക് ഇവിടെ കയറാം. നിങ്ങൾ ഇത്ര എഫേർട്ട് ഇട്ട് പറയാൻ എന്താ വെച്ചാൽ അമ്മത്തെ ഒരു സ്ഥലങ്ങളാണ് ഇവിടെ കണ്ടോ. അപ്പുറത്ത് എന്താ എനിക്കറിയില്ല. ഇതെന്താ അതിൻ്റെ അപ്പുറത്ത് എന്താ നമുക്ക് നോക്കാം. കാണിച്ച ഈ ഓട്ടോയിൽ കൂടെ ഒരു കാട്, ഒരു പാടാണ്, ഒരു പാടാണ് അവിടെ കാണുന്നത്. നമുക്ക് ഇതിൽ കൂടെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ നിന്ന് സ്ഥലം ഏതായാലും ഞാൻ ഒരു ലൈവ് മാറി എടുത്ത സ്ഥലം, ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ ഇതൊരു ഫോറസ്റ്റിലേക്കുള്ളൊരു വഴിയാണ്. ഇതാ നമ്മൾ നിന്ന സ്ഥലം അത് അവിടെയാണ് നമ്മൾ നിന്നത് കണ്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇതാക്കിയത്. അപ്പം എന്തായാലും നമ്മൾ ആ സ്ഥലമാണ് നമ്മളിത് നിൽക്കണത്. ഈ സ്ഥലം ഒരു ഗുണാക്കേവ്. അങ്ങനെ ഞങ്ങൾക്കൊരു എന്താണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇടക്കല്ല വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നണത് എന്താണ് നമ്മളെ എന്താണ് മഞ്ഞുമൽ ബോയ്സത്തെ ഒരു ഇതാണ് കണ്ടോ. ഗുണാക്കേവത്തെ ആ സ്ഥലമില്ലേ കണ്ടോ. ഒരു എന്താണ് ഒരു ബോർഡും ഒരു കാടും പിന്നെ ഇങ്ങനത്തെ വേരുകൾ കയറുന്ന സ്ഥലത്തേക്ക് വേരുകളും അതിന് നിറഞ്ഞൊരു സ്ഥലമാണ്. അതാ ഞങ്ങൾക്കൊരു ഓർമ്മ വരില്ലേ. മനസ്സിലായേ ഉണ്ടോ. ഇവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റിൻ്റെ ആൾക്കാരെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോയേക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു കല്യാണം ഉള്ളത് ഇവിടെ ഉണ്ട്. നല്ല വിശാലമായ അവിടെ ഒരു ഐലാൻഡ് വരി. ഇതവിടെ ഒരു ചെറിയ ഐലാൻഡ് ആകുമ്പോൾ ആ പാലം കണ്ടോ. അതാണ് നമ്മളെ പെരേക്ക് പോണ പാലം കേട്ടോ. ആ പാലം കണ്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരു കല്യാണം ഉണ്ട്. നമുക്കെന്തായാലും അവിടേക്ക് പോയി നോക്കണ്ട. ഇവിടെ നിങ്ങൾ കാണിച്ചിട്ട് ഒരു വിശാലമായ ഫോറസ്റ്റ് മാറിയൊരു സ്ഥലങ്ങളാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പം എന്തായാലും നമുക്ക് ഇതാ കണ്ട ഇവിടെ ഒരു മരങ്ങളൊക്കെ ഒരു കൂടുതൽ ഇടുപ്പുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഞാൻ ഇടിഞ്ഞ് ഈ മരപ്പത ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നല്ല കയറി കാണിച്ചു ഇതാ ഇപ്പം കയറി കാണിച്ചു തരാം. നല്ല സ്ഥലമാണ് ഇവിടെ. നല്ല വിശാലമായ സ്ഥലങ്ങളാണ് കണ്ടോ. നല്ല വിശാലമായ സ്ഥലങ്ങളാണ് കണ്ടോ. എന്താണ് ഇങ്ങനത്തെ ഈ മണ്ണിടിപ്പിലത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണിത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് അത് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഇത് പറയുന്നത് ഞങ്ങൾക്കൊരിത്. അപ്പം എന്തായാലും നമുക്ക് ഞാൻ വേറെ സ്ഥലമുണ്ട് അവിടേക്ക് എത്തിയിട്ട് ബാക്കി കാണാം. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടെ പോകണമെങ്കിൽ ഞങ്ങൾ ഇതെന്താ സാധനം ഞങ്ങൾക്ക് ഇതേവരായിട്ട് മനസ്സിലായിട്ടോട്ടോ. അതിൻ്റെ വേടാ. ഇതിൻ്റെ വേര് ഇങ്ങനെയുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇരുന്നാൽ നല്ല രസം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒരു അഡ്വഞ്ചർ സ്ഥലം. ഇവിടെ നല്ല മീനുണ്ടോ നല്ല അടി. അപ്പം എന്തായാലും നമുക്ക് ഇവിടേക്ക് വരാം. ഒരു കല്ല് പാറകളുള്ള സ്ഥലങ്ങളാണിത്. ഇവിടെ പാറകളും കല്ലുകളും തോടുകളും വയലുകളും നിറഞ്ഞ സ്ഥലങ്ങൾ, ഒരു വിശാലമായ സ്ഥലങ്ങൾ എന്ന് പറയാം. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതൊക്കെ ഇവിടുന്ന് കയറി സ്റ്റെപ്പ് മാറി നല്ല രസങ്ങളുള്ള ഇവിടുത്തെ വേരുകളും കണ്ടോ. വേരുകളും ഒരു നല്ല രസമുള്ള വേരുകളാണ്.